എല്ലാവർക്കും അപ്പർ സ്കൂൾ ട്യൂട്ടർ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് മിഡീവൽ ഇന്ത്യയെക്കുറിച്ചാണ്. 7ാം ക്ലാസ്സിലെ 1ാമത്തെ ലെസൺ. ഒബ്സർവ് ദി ഫിഗർ ഗിവൺ എബവ്. തന്നിരിക്കുന്ന പിക്ചർ നിരീക്ഷിച്ചു നോക്കൂ. ദീസ് ആർ ദി ഹിസ്റ്റോറിക്കൽ റെലിക്സ് ഓഫ് 2 കിങ്ഡംസ് ദാറ്റ് റൂൾഡ് മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യ ഭരിച്ചിരുന്ന 2 രാജ്യങ്ങളുടെ സ്മാരക ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടും. യു മേ ബി ഫെമിലിയർ വിത്ത് ദി ഫസ്റ്റ് വൺ. ആദ്യത്തെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് പരിചിതമായിരിക്കും. യു മൈറ്റ് ഹാവ് സീൻ അവർ പ്രൈം മിനിസ്റ്റർ ഹോയിസ്റ്റിംഗ് ദി നാഷണൽ ഫ്ലാഗ് ഹിയർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ പ്രധാനമന്ത്രി ഇൻഡിപെൻഡൻസ് ഡേക്ക് പതാക ഉയർത്തുന്ന സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. ദി ഫസ്റ്റ് ഫിഗർ ഈസ് ദി റെഡ് ഫോർട്ട്. അതാണ് റെഡ് ഫോർട്ട്. ബിൽറ്റ് ഇൻ ഡൽഹി. അത് ഡൽഹിയിലാണ്. ഡ്യൂറിങ് ദി റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച റെഡ് ഫോർട്ടാണ്, ഡൽഹിയിലുള്ള റെഡ് ഫോർട്ടാണ് ആദ്യത്തെ പിക്ചർ. ദി സെക്കൻഡ് ഈസ് ദി ഫിഗർ ഓഫ് ഹംപി. രണ്ടാമത്തത് ഹംപി, ദി ക്യാപിറ്റൽ ഓഫ് വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദി സെയിം പീരീഡ്. ആ സമയത്ത് തന്നെ തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയാണ് രണ്ടാമത്തെ ചിത്രം. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദീസ് 2 കിങ്ഡംസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഈ 2 രാജവംശങ്ങളെക്കുറിച്ചാണ്. മുഗൾ റൂൾ. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദി മുഗൾ റൂൾ ഇൻ 1526. 1526 ബാബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. ദി മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. ഡൽഹി തലസ്ഥാനമാക്കി 1857 വരെ മുഗൾസ് ഇന്ത്യ ഭരിച്ചു. ഡു യു നോ ദി മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്? നിങ്ങൾക്കറിയാമോ മുഗൾ പീരീഡിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരെല്ലാമായിരുന്നു എന്ന്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇത്രയും രാജാക്കന്മാരായിരുന്നു മുഗൾ ഭരണം നടത്തിയിരുന്നത്. യു മൈറ്റ് ഹാവ് ഐഡൻറ്റിഫൈഡ് ദി ഇമ്പോർട്ടൻ്റ് മുഗൾ റൂളേഴ്സ് ഫ്രം ദി പിക്ചർ. ഇതിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സ് ആരെല്ലാമാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ദി മുഗൾസ് ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം. മുഗൾ സാമ്രാജ്യം വളരെ വിശാലമായിരുന്നു. ഇൻ അഡീഷൻ ടു ടുഡേയ്സ് ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ കൂടാതെ, ദി മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ടു ദി നെയ്ബറിംഗ് കൺട്രീസ് ഓൾസോ. നമ്മളുടെ ഇന്ത്യ കൂടാതെ ഇന്ത്യക്ക് പുറമേയുള്ള നമ്മളുടെ നെയ്ബറിംഗ് കൺട്രീസിലും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഒബ്സർവ് ദി മാപ്പ്. ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി എക്സിസ്റ്റിംഗ് കൺട്രീസ് വെയർ ദി മുഗൾസ് ഹാഡ് എക്സ്റ്റെൻഡഡ് ദെയർ റൂൾ. മുഗൾ ഭരണം തുടർന്നിരുന്ന ഇന്ത്യക്ക് പുറമേയുള്ള രാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? മാപ്പ് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാം. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ദി മുഗൾസ് ആൻഡ് ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തും. മുഗളന്മാരും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തും. ദി നെയിം മുഗൾസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി ടേം മംഗോൾ. മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉണ്ടായത്. ബാബർ, ദി ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം, വാസ് ദി ഡിസെൻഡൻറ്റ് ഓഫ് ദി ടർക്കിഷ് റൂളർ തിമൂർ പേറ്റേണൽ വേ ആൻഡ് ദി മംഗോൾ കിങ് ചെങ്കിസ് ഖാൻ മെറ്റേണൽ വേ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ അച്ഛൻ വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും അമ്മ വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. ഇറ്റ് വാസ് ദി യൂറോപ്യൻസ് ഹൂ സ്റ്റാർട്ടഡ് അഡ്രസ്സിംഗ് ദി ഡൈനാസ്റ്റി ആസ് മുഗൾ ഡ്യൂറിംഗ് ദി 16th സെഞ്ച്വറി. 16th സെഞ്ച്വറിയിൽ യൂറോപ്യന്മാരാണ് മുഗൾസ് എന്ന പേര് അവർക്ക് നൽകിയത്. ഇൻ 1526 ഇബ്രാഹിം ലോധി, ദി ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി ആൻഡ് ബാബർ, ദി റൂളർ ഓഫ് കാബൂൾ, ഫോർട്ട് അറ്റ് പാനിപ്പത്ത് ഇൻ ഹരിയാന. 1526 ഇബ്രാഹിം ലോധി, ലോധി വംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവായ ഇബ്രാഹിം ലോധിയും ബാബർ, ദി റൂളർ ഓഫ് കാബൂളിലെ രാജാവായ ബാബറും ഫോർട്ട് അറ്റ് പാനിപ്പത്ത്, ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് യുദ്ധം ചെയ്തു.
ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഈസ് റിഫേർഡ് ആസ് ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ചരിത്രത്തിൽ അത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാബർ ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി മുഗൾ റൂൾ ഇൻ ഇന്ത്യ ത്രൂ ദിസ് വിക്ടറി. ഈ വിക്ടറിയിലൂടെ ബാബർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചു. എംപറർ അക്ബർ ഹൂ ഷുക്ക് ദി ഈസ്റ്റ് പാസ് റിവേ. കിഴക്കിനെ വിറപ്പിച്ചിരുന്ന അക്ബർ ചക്രവർത്തി നിര്യാതനായി. അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ. അക്ബർ തീർച്ചയായും ഒരു മഹാനായ ചക്രവർത്തി ആയിരുന്നു. ഈവൺ വൈൽ ഹാവിംഗ് ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്ട്സ്. ജനങ്ങളോട് അദ്ദേഹം ആജ്ഞാപിച്ചിരുന്നുവെങ്കിലും ദേ ഓൾ ലവ്ഡ് ഹിം. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. റെസ്പെക്ട് ഹിം, ബഹുമാനിച്ചിരുന്നു. ആൻഡ് വാസ് ഓൾവേസ് സബ്മിസീവ് ടു ഹിം. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചിരുന്നു. ഹി അഡ്മിനിസ്ട്രേറ്റ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ പരിചിതനെന്നോ അപരിചിതനെന്നോ വേർതിരിവ് കാണിക്കാതെ അദ്ദേഹം തുല്യനീതി നടപ്പാക്കിയിരുന്നു. ഹി കൺസിഡേർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലായ്ക്ക്. ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ക്രിസ്ത്യൻസിനോടും എല്ലാം ഒരേപോലെ അദ്ദേഹം പെരുമാറി. എല്ലാവരും ഒരേപോലെ അദ്ദേഹം പരിഗണിച്ചു. ഹി ട്രീറ്റഡ് ദി സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദി വീക്ക് വിത്ത് മേഴ്സി. അദ്ദേഹം ശക്തരെ കരുത്തുകൊണ്ടും ക്ഷീണിതരെ ദയയോടുകൂടിയും പെരുമാറിയിരുന്നു. ഹി വാസ് ലവ്ഡ് ബൈ ഓൾ. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ദിസ് ഈസ് ആൻ ഒബിറ്റുറി റിട്ടൺ ബൈ ജെസ്യൂട്ട് പ്രീസ്റ്റ് പിയറി ജെറിക് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എംപറർ അക്ബർ. അക്ബറിൻ്റെ മരണശേഷം ജെസ്യൂട്ട് പുരോഹിതനായ പിയറി ജെറിക് അദ്ദേഹത്തിൻ്റെ അനുശോചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത്. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി മുഗൾ റൂളർ അക്ബർ ഫ്രം ദി എബവ് നോട്ട്. ഇതിൽ നിന്നും അക്ബറിൻ്റെ എന്ത് സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്? അക്ബർ വാസ് എ പവർഫുൾ റൂളർ ആയിരുന്നു. റിലീജിയസ് ടോളറൻസ് ആയിരുന്നു. ഈക്വൽ കൺസിഡറേഷൻ നൽകിയിരുന്നു. ഈക്വൽ ജസ്റ്റിസും നടപ്പിലാക്കിയിരുന്നു.